ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കണ്ട പടം നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ കളങ്കാവൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, കിഡിലെ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അത്യാവശ്യം അടിപൊളി, കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ പടം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇതിലൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, മമ്മൂട്ടിയുടെ കളങ്കാവലല്ല, കളം വാഴലാണ്. ആക്ച്വലി എവിടെയും പോയിട്ടില്ല, ഈ കളത്തിൽ തന്നെ പുള്ളി ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് ഈ പടം തോന്നിയത്. ഈ ഹാഡ് ഓൾ ദ പ്രിവിലേജ് ടു ചൂസ് വാട്ട് എവർ ക്യാരക്ടർ ഹി ഹാഡ് ഇൻ ദറ്റ് മൂവി, ബട്ട് ഹി ചോസ് ടു ബി എ വില്ലൻ. അതാണ് എനിക്ക് തോന്നിയത്. ആക്ച്വലി എല്ലാ പ്രിവിലേജും ഉണ്ട്. മമ്മൂട്ടി കമ്പനി നടത്തുന്ന പടം, അദ്ദേഹം ഇത്രയും നാൾ ഒരു നായകനായിട്ടാണ് മലയാള സിനിമയിൽ നിന്നത്. പല മൂവിയിലും വില്ലനായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഈ സമയത്ത് അയാൾക്ക് സേഫ് കളി കളിക്കാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വില്ലനായിട്ട് ചൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, അതും ഈ സമയത്ത്. ഇപ്പോഴും പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല കഥകളുടെ പിന്നാലെയാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു മൂവി തന്നെയാണ് കളങ്കാവൽ. എനിക്ക് അത്യാവശ്യം നല്ലവണ്ണം തന്നെ വർക്കായി. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, കാരണം അടിപൊളിയായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് ട്രിം ചെയ്യാമെന്ന് തോന്നി. അതായത് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കി എടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഞാനിത് ആലോചിക്കുമ്പോൾ എവിടെയാണ് ട്രിം ചെയ്യാനുള്ളത്, എന്താണ് കട്ട് ചെയ്ത് കളയാനുള്ളത്, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കുറച്ചും കൂടെ എല്ലാ സീൻസും ഇപ്പോൾ ആവശ്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും അധികമായിട്ട് എടുത്തില്ല, നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് കുറച്ചും കൂടെ ഒന്ന് ട്രിം ചെയ്തായിരുന്നെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവം തോന്നിയിരുന്നു. പക്ഷേ അത് എവിടെ ട്രിം ചെയ്ത് കളഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റോറിയിൽ അത് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷേ എഴുത്തിൽ അത് കുറച്ചും കൂടെ ഒന്ന് ട്രിം ചെയ്ത് എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒരു ഒതുക്കം വന്നേനെ. ഇത് ഇത്തിരി നീളക്കൂടുതലായി പോയി സെക്കൻഡ് ഹാഫിന് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ബട്ട് സ്റ്റിൽ പടം അടിപൊളിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. ബിക്കോസ് അടുത്തേക്കുന്ന രീതി, മമ്മൂട്ടിയുടെ അഭിനയം, മമ്മൂട്ടിയുടെ മാത്രമല്ല ബാക്കിയുള്ള ആക്ടേഴ്സും, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് മമ്മൂട്ടി പുള്ളിക്കാരൻ സിഗരറ്റ് യൂസ് ചെയ്തിരിക്കുന്ന രീതി, അതിനകത്ത് പ്രോപ്പർട്ടീസ് ലൈക്ക് സിഗരറ്റ് വലിച്ചിട്ട് പുക വിടുന്നൊരു രീതി, അതുപോലെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മൂവി ഒരു എന്താ പറയുന്നത്, ഒരു ഈസിനെസ്സും പുള്ളിക്കാരൻ വില്ലനാണെന്ന് ചില വില്ലനിസം ചെറിയ ചിരികളിലൂടെ, അതായത് ചെറിയൊരു ചിരി വന്നതിന് ശേഷം ആ വില്ലാനിസം പുറത്തു വരുന്ന തരത്തിലുള്ളൊരു ട്രാൻസിഷനുണ്ട്. അതൊക്കെ അതിഗംഭീരമായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിഗരറ്റ് യൂസ് ചെയ്തിരിക്കുന്ന രീതി, ചിലയിടങ്ങളിൽ വലിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ജസ്റ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെക്കുന്നു, കത്തിക്കുന്നു, ചവച്ച് തുപ്പുന്നു. അങ്ങനെയൊക്കെയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള സീനുകളിൽ പുള്ളി ചവച്ച് തുപ്പുന്നതൊക്കെ സീൻസ് ഉണ്ട്. അതൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി ആസ് എ പ്രോപ്പർട്ടി ത്രൂ ഔട്ട് മൂവിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സിഗരറ്റ്. അത് ഏതെല്ലാം തരത്തിൽ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചുണ്ട് നിങ്ങൾ തന്നെ ഓൾറെഡി ട്രെയിലറിനകത്ത് കണ്ടു കാണും, ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. അതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് പുള്ളി. ഓക്കെ, മമ്മൂട്ടി നമുക്ക് അറിയാം ഓൾറെഡി ഇതിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് വിനായകനുണ്ട്, ജിവിൻ ഗോപിനാഥുണ്ട്, അസീസ് ഉണ്ട്, ബിജു പപ്പൻ ഉണ്ട്. ഇതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വിനായകൻ എനിക്ക് നല്ല കാസ്റ്റിംഗ് ആയിരുന്നു ആക്ച്വലി. അതായത് മമ്മൂട്ടി വില്ലൻ, വിനായകൻ നായകൻ എന്നുള്ള രീതിയിലുള്ള കാസ്റ്റിംഗ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വിനായകൻ തുടക്കത്തിലൊക്കെ എനിക്ക് റോബോട്ട് ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. ചുമ്മാ ഒരിടത്തൊരു പ്രതിമോനെ നിൽക്കുന്നു, പുള്ളിക്കാരൻ സംസാരിക്കുന്നു, അങ്ങനെയാണ്, ഒരു വികാരം ഇല്ലാതെ. മേ ബി അത് ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചതായിരിക്കാം, ബട്ട് ഒട്ടും വർക്കായിട്ടില്ല. ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവെല്ലിനല്ല, ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഒന്ന് കൂളായത്, ഒന്ന് എന്താ പറയുന്നത്, ഒരു മനുഷ്യനായിട്ട് പ്രവർത്തിക്കുന്നത്. അത്രയും നേരം റോബോട്ട് സംസാരിക്കുന്നതിലാണ് വിനായകൻ എനിക്ക് തോന്നിയത്. അതൊരു അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ത്രൂ ഔട്ട് അറ്റ് ദ എൻഡും ചില ഇടങ്ങളിൽ പുള്ളിക്കാരൻ അങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പിടിച്ചഭിനയിച്ചതെന്ന് അറിയത്തില്ല. എനിക്ക് അത് ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർവെൽ സീക്വൻസ് ഫസ്റ്റ് ഹാഫ് കിഡിലൻ ഗ്രിപ്പിംഗ് ആയി വന്ന് അവസാനം ഇൻ്റർവെല്ലിൽ കൊണ്ടുവന്നൊരു പൊളിയുണ്ട്. എൻ്റെ മോനെ, കിഡിലെന്ന് വെച്ചാൽ കിഡിലൻ.
അതിനകത്ത് ഇൻട്രോയിൽ പൊളിച്ചിട്ട് നമുക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്ന ആ റിവീൽ, ഓരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യുന്ന രീതി, ഒരു എന്താ പറയുക, കഥ പറയുന്നൊരു രീതിയുണ്ട്. ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു വന്ന് ഓരോ കാര്യങ്ങൾ റിവീലായി നമ്മൾ ആയിരിക്കും ഓക്കെ ഇന്ന ആളായിരിക്കും. പക്ഷെ അങ്ങനല്ല, അങ്ങനെ ചേഞ്ച് ഇതെങ്ങനെ വന്നു, സർപ്രൈസ് എലമെൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കൊണ്ടുവന്ന് അവസാനം അടിപൊളി ഒരു ക്ലൈമാക്സും കൊണ്ടുവന്ന് നല്ലൊരു സാറ്റിസ്ഫൈഡ് എൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കം വരുത്താമായിരുന്നു. കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു. ജിബിൻ ഗോപിനാഥ് നല്ല ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ തുടക്കത്തിലൊന്നും പുള്ളിക്കാരന് ഡയലോഗൊന്നുമില്ല, ഫുൾ ടൈം വിനായകൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഹാഫൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഡയലോഗും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ എൻഗേജിങ് ആയിട്ട് ആ മൂവി പിന്നെ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ പോയിട്ടുണ്ട്. അസീസ് നല്ലൊരു പോലീസുകാരനായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മറ്റേ കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞ ഉടനെ. പക്ഷേ ഇപ്പോൾ ഇതിനകത്തും നല്ല അടിപൊളിയായിട്ട് വന്നു. പക്ഷേ തുടക്കത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവസാനം ത്രൂ ഔട്ട് ദ മൂവി ക്യാരക്ടേഴ്സ് ഇല്ലായിരുന്നു പുള്ളിയുടെ. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ ഡയറക്ഷൻ ജിതിൻ കെ ജോസ്, പുള്ളി തന്നെയാണ് നമ്മുടെ കുറുപ്പിൻ്റെ സ്റ്റോറിയൊക്കെ എഴുതിയേക്കുന്ന പുള്ളിയാണെന്ന് തോന്നുന്നു. ഈ പുള്ളി തന്നെയാണ് ഈ കഥയും ഈ സ്റ്റോറിയും റൈറ്ററായിട്ടും പുള്ളി തന്നെയാണ് ഈ മൂവിയിലുള്ളത്. പുള്ളിയുടെ കൂടത്തിൽ ജിഷ്ണു ശ്രീകുമാറും ഉണ്ട്. അത്യാവശ്യം നല്ല റൈറ്റിംഗ് ആയിരുന്നു. കഥ പറഞ്ഞിരിക്കുന്ന രീതി നോൺ ലീനിയർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്താ പറയുക, നമ്മൾ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി, മിക്സ് ആൻഡ് മാച്ച് എന്നൊക്കെ പറയത്തില്ല. അതായത് കുറച്ച് ആ പാർട്ട് എടുത്ത് കാണിക്കുന്നു, പിന്നെ ഈ പാർട്ട് കാണിക്കുന്നു, അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു കഥ പറച്ചിലായിരുന്നു. കിഡിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടതാണ് കമ്പോസർ മുജീബ് മജീദ്. എൻ്റെ മോനെ, രേഖാചിത്രം, കിഷ്കിന്ധകാന്ഡം ഒക്കെയാണ് പുള്ളിയുടെ നേതൃത്വത്തിലുള്ള വർക്കുകൾ. ഈ മൂവിയിൽ വളരെ എൻഗേജിങ് ആയിട്ട്, അതായത് ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ പറയത്തില്ല രക്തത്തിലൂടെ ഇരച്ച് കയറുന്നതെന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു മ്യൂസിക്കാണ് പുള്ളി ഇതിനകത്ത് ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്നത്. നമുക്ക് മ്യൂസിക് അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ നമുക്ക് ആ മ്യൂസിക് ആ സീനിനെ എലിവേറ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഓക്കെ മ്യൂസിക് കൊള്ളാം എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ആ സീൻ എത്രത്തോളം എലിവേറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത് സീൻ കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം അത്രയും ഇൻവോൾവ് ആക്കാനായിട്ട് മ്യൂസിക് അതിനകത്ത് അത്രയും ഇൻവോൾവ് ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും കിടിലോട്ട് മ്യൂസിക്കാണ്. പിന്നെ ഒരു സോങ് ഉണ്ടെന്ന് തോന്നുന്നു പുള്ളി കമ്പോസ് ചെയ്തത്. അത് അടിപൊളി ഒരു സോങ്, ഒരു റെട്രോ സോങ്. മിക്കവാറും ഇനി കൂടുതൽ കുറേ ആൾക്കാരുടെ റിംഗ് ടോൺ ആയിട്ട് തീർച്ചയായിട്ടും അത് കാണാം. അതുപോലൊരു മ്യൂസിക്കാണ്, നല്ല രസമുള്ളൊരു മ്യൂസിക്കാണ്. കളങ്കാവില്ല ഒരൊറ്റ മ്യൂസിക്കേ ഉള്ളൂ, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. നല്ല രസമുള്ള മ്യൂസിക്കാണ്. അടുത്തത് സിനിമാറ്റോഗ്രാഫി ഫൈസൽ അലി ആൻഡ് ചരൺ സീരാജ്. ഇവർ രണ്ടുപേരാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സിനിമാറ്റോഗ്രാഫി, കൂടുതൽ ഗിമിക്കും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു സിനിമാറ്റോഗ്രാഫിയാണ് ഇതിനകത്ത് വേണ്ടത്. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സീൻസും ഇത് കൂടുതലും ഒരു എന്താ പറയുക, ഒരു ആക്ടർ ഓറിയൻറ്റഡ്, ഒരു എന്താ പറയുന്നത്, പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയാണ്. അപ്പം ആ പെർഫോമൻസ് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ മ്യൂസിക് ഇതിനകത്ത് ഇവർ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തത് എഡിറ്റർ പ്രവീൺ പ്രഭാകർ. പുള്ളിക്കാരൻ്റെ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നല്ല കിടില എഡിറ്റിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ആൻഡ് മാച്ചുള്ള പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അതായത് ഒരാളുടെ സ്റ്റോറി പറഞ്ഞു പോയിട്ട് നെക്സ്റ്റ് സീനിലേക്ക് പോകുമ്പോൾ വേറൊരാളിലേക്ക് കയറി വരുന്നു, ആ ആളിനെയാണ് പിന്നെ കാണിക്കുന്നത്. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് സ്റ്റോറിയിൽ പറഞ്ഞ് വെച്ചിരിക്കുന്ന എഡിറ്റിങ്ങിൽ നല്ല കിടിലമായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമല്ല, അത് സ്റ്റോറിയിലെ തന്നെ പ്രശ്നമാണ്. ഈ സെക്കൻഡ് ഹാഫ് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഒതുക്കിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇത്ര നീളം അനുഭവപ്പെടില്ലായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം അവൻ വാച്ച് നോക്കുന്നുണ്ട്, ടൈം നോക്കുന്നുണ്ട്. എനിക്ക് 7:45 7:50 തുടങ്ങിയ പടം എൻഡ് ചെയ്തത് ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് എൻഡ് ചെയ്തത്. അപ്പം ആ ടൈം ഒരു 2.25 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂറിനകത്തൊക്കെ പിടിച്ചായിരുന്നെങ്കിൽ 2.25 മണിക്കൂറാണെന്നാണ് തോന്നുന്നത്. 2.5 മണിക്കൂറിനകത്തൊക്കെ പിടിച്ച ഒരു 10 മിനിറ്റ് ഒന്ന് ചുരുക്കിയായിരുന്നെങ്കിൽ, ഒന്നും കൂടെ എൻഗേജിങ് ആക്കി കുറച്ചും കൂടെ സെക്കൻഡ് ഹാഫ് ഒന്ന് ബെറ്റർ ആക്കിയായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. കുറേ റിവീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം കിടിലമാണ്, അതിലൊന്നുമല്ല കുറ്റം പറയുന്നത്. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം.
അത് ചിലപ്പോൾ കുറച്ച് സ്പോയിൽ ആവും, അതുകൊണ്ട് അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. ഓക്കെ, ഇനി വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉഗ്ര മൂവിയാണ്, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ടൈം സ്റ്റാമ്പ് ഇടാം. നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി പടം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം ദയവായിട്ട് കേൾക്കരുത്. ഇതൊരു സ്പോയിലർ, മേ ബി സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്പോയിലർ അലർട്ട് വെക്കുകയാണ് ഞാൻ ഇവിടെ വെച്ച്. നിങ്ങളിപ്പം പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് നിർത്തുക, എന്നിട്ട് പോയി പടം കണ്ടുക, തിരിച്ചു വരിക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു സ്പോയിലർ അലർട്ടാണ്. നിങ്ങൾ പടം മൂവി കണ്ടിട്ടില്ലെങ്കിൽ തുടർന്ന് കാണരുത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ടൈം സ്റ്റാമ്പ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ ടൈം സ്റ്റാമ്പിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് കാണാവുന്നതാണ് വിത്തൗട്ട് സ്പോയിലർ. ഓക്കെ, അത്രയും കാര്യങ്ങൾ, അത്രയും ടൈം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എഗെയിൻ സ്പോയിലർ. ഓക്കെ, ഈ പടത്തിൻ്റെ കുറച്ച് ഫ്ലോസ് ആയിട്ട് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, മമ്മൂക്കയുടെ ക്യാരക്ടർ ത്രൂ ഔട്ട് ദ മൂവി സെയിം ലുക്കാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നിലേക്ക് മുടി ചീകി കളം ഷർട്ട്, ചെക്ക് ഷർട്ട് ഇട്ട്, ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ചെക്ക് ഷർട്ട് ഇട്ടുള്ള ഒരാൾ, സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാൾ. ഈ ലുക്കിന് ത്രൂ ഔട്ട് ദ മൂവി ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ലൈക്ക് അവർക്ക് 1-2 പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് അവസാനം ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്ന സമയത്ത് അവർ ആക്ച്വലി ചോദിക്കുന്നില്ല എങ്ങനെയുള്ള ആളായിരുന്നു ഇയാൾ, എങ്ങനെ ഇരിക്കുകയാണ്, ഇന്ന ആളല്ല എന്ന് പറയുമ്പോൾ അയാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആസ് എ പോലീസുകാരൻ നമ്മൾ ആദ്യമേ ചോദിക്കത്തില്ല ഇയാളുടെ കണ്ട എങ്ങനെ ഇരിക്കും. ആ ഒരു ചോദ്യം അവർ ചോദിക്കുന്നില്ല. അത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒരു ആസ് എ പോലീസുകാരൻ യു ഷുഡ് ആസ്ക്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കുന്നില്ല. അത് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് എനിക്ക് ഇതുവരെ അത് ഒരു ഫ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഫേഷ്യൽ ഡിസ്ക്രിപ്ഷനോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിനെ മാച്ച് ചെയ്യുന്ന വേറൊരു ഒരാളുണ്ടല്ലോ എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് അതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഒരു ക്യാരക്ടറിനെ, അഗെയിൻ സ്പോയിലർ, ഒരു ക്യാരക്ടറിനെ എന്തുകൊണ്ട് കൊല്ലാതെ വിടുന്നു. അത് ആക്ച്വലി ആ പടത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബട്ട് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി എനിക്കത് കണക്റ്റും ആയില്ല. എന്തിനത് കൊല്ലാതെ വിടുന്നു? മേ ബി വീണ്ടും ചേസ് ചെയ്ത് പോയി കൊന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കും എന്നുള്ളത് കൊണ്ടാവാം. ബട്ട് സ്റ്റിൽ അയാൾക്ക് ഒരുപാട് അയാൾക്കത് സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് അത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് സൈനൈഡ് പോലുള്ള ഒരു സാധനം കയ്യിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അത് ഇത്രയും നാൾ അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും അത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് അവരെ ആ ഒരു ത്രെട്ട് ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് രണ്ടാമത്തെ ചോദ്യം. 3, എൻ്റെ പേഴ്സണൽ അറിവിൽ മിസ്ഡ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ടെലിഫോൺ കമ്പനിയുടെയും രജിസ്റ്റർ ആവില്ല. നമ്മളത് കോള് 1 സെക്കൻഡെങ്കിലും കണക്റ്റ് ആയാൽ മാത്രമേ രജിസ്റ്റർ ആവുന്നുള്ളൂ. അത് ഇവർ തന്നെയാണ്, മമ്മൂട്ടിയുടെ കമ്പനിയുടെ മുന്നിലത്തെ പടമായിട്ടുള്ള എന്താ പറയുക, കണ്ണൂർ സ്ക്വാഡിൽ തന്നെ അവരത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മിസ്ഡ് കോൾ അടിച്ചാൽ അത് രജിസ്റ്റർ ആവില്ല. 1 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ 1/2 സെക്കൻഡെങ്കിലും കണക്റ്റ് ആയാൽ മാത്രമേ ആ ടെലിഫോൺ ദാതാവിൻ്റെ, അതായത് കമ്പനിയുടെ രജിസ്റ്റർ ആവുള്ളൂ. ഓക്കെ, അപ്പം ഇവർക്ക് എങ്ങനെ മിസ്ഡ് കോൾ അടിച്ച വിവരം പോലീസ് കോഡിന് കിട്ടി? ഓക്കെ, അതൊരു ചോദ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോ ആയിട്ട് പറയാൻ പറ്റുന്നത് സെക്കൻഡ് ഹാഫിൻ്റെ നീളം കൂടുതൽ. പിന്നെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ലാസ്റ്റ് ആക്ഷൻ എനിക്ക് ഒട്ടും വർക്കായില്ല. അതിന് പഞ്ച് കിട്ടിയില്ല. അതായത് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു അവസാനത്തെ ഒരു സാധനത്തിലൊരു പേപ്പർ കൊടുക്കുന്നത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കിക്ക് കിട്ടിയായിരുന്നു. മനസ്സിലായി, അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടി. പക്ഷേ അതിനുശേഷം നടന്ന ഫൈറ്റിനൊരു കിട്ടിയില്ല. ഇത്രയും പേരെ കൊന്ന ഒരു സീരിയൽ കില്ലർ എന്തുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഒരു ഇത് കൊടുത്തില്ല? മേ ബി ആ പുള്ളിക്കാരൻ്റെ സ്റ്റാർഡോട് ഇരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു സംഭവം കാണിക്കുന്നുണ്ട്, അതും പുള്ളിക്കാരൻ്റെ സ്റ്റാർഡം വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്പൺ എൻഡിങ് പോലൊരു പരിപാടി കൊടുത്തത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. എഗെയിൻ ദ ഫൈറ്റ് ഷുഡ് ബി ബെറ്റർ. അത്രയും കിടിലമായിട്ട് കൊണ്ടുവന്നിട്ട് ആ ഫൈറ്റ് അത്രയും അങ്ങോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയപ്പോഴത്തേക്ക്
അത് അത്ര അങ്ങോട്ട് വർക്കായില്ല ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ അവസാനം ആ ഫൈറ്റിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായത് രണ്ടാമത്തെ, അതായത് അത്രയും നേരം ഈ പോലീസുകാരൻ്റെ കൂടെ നടന്ന, അതായത് വിനായകൻ്റെ കൂടെ നടന്ന ജിബിൻ ഗോപിനാഥിൻ്റെ ക്യാരക്ടർ അവസാന നിമിഷം ഒരു പോസ്റ്റർ ഒട്ടിക്കാനോ മറ്റോ പോയേക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്തിന്? അവർക്ക് പുള്ളിക്കാരനെ അകത്തേക്ക് കയറി വരികയും പുള്ളിയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ആ ഒരു ഫൈറ്റ് കിടിലമാക്കുകയും അസാധ്യ ഫൈറ്റിനൊടുവിൽ ഒരു സംഭവം കൊണ്ടുവരികയും അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇത് കിടിലല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റിംഗ് എടുത്ത് നോക്കുമ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആളെന്ന് പറയുന്ന ഒരു അത്യാവശ്യം എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള ഒരാളാണ്. അത്രയും വലിപ്പമുള്ള ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ഒരാൾ. ആ ആൾക്ക് ഈ ചെറിയ 2 പോലീസുകാരെ ഡിഫീറ്റ് ചെയ്യാം, ഓക്കെ. കാരണം പുള്ളിക്കാരൻ ചെയ്യുന്ന അതേപോലത്തെ പരിപാടികളാണ്. ആൾക്കാരെ കൊല്ലുന്നു, ബാഗിനകത്താക്കി കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം 2 പോലീസുകാർ ചേർന്ന് ഇടിച്ചോ 2-3 പേര് ഇടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും വലിയ കീഴ്പ്പെടുത്താൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഒരു സംഭവം ആവുന്നില്ല. പക്ഷേ 1-on-1 ഫൈറ്റ് വെച്ചത് എനിക്ക് അത്രയും കൊണ്ട് വർക്കായില്ല. അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഇത്രയാണ് എനിക്ക് ആ നെഗറ്റീവ് അല്ലെങ്കിൽ എനിക്കൊരു പിന്നോട്ട് വലിച്ചൊരു കാര്യമായിട്ട് തോന്നിയത്. ഇത്രയേ ഉള്ളൂ സ്പോയിലർ. ഇനി അങ്ങോട്ട് പഴയത് നമ്മൾ ആക്ച്വൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കുറച്ചും കൂടെ ഒക്കെ ഈ പടം വേറൊരു ലെവലിലോട്ട് പോയാൽ. ബട്ട് സ്റ്റിൽ ഈ പടം ഇപ്പോഴും വർത്ത് വാച്ചിങ് തിയേറ്ററാണ്. ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ്, സെക്കൻഡ് ദ സ്റ്റോറി, തേർഡ് ദ മ്യൂസിക് ആൻഡ് സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ഗിമിക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി. ഇത് ഒരു പീരീഡ് പടമാണ്. ഒരു 2012 സമയത്താണ് നടക്കുന്നത്. 2000s 12 അതിന് മുമ്പോട്ടുള്ള സമയത്താണ് നടക്കുന്നത്. അപ്പം ആ ഒരു ടൈമാണ് പിടിച്ചിരിക്കുന്ന. കളർ ടോണിലൊക്കെ അത് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഈ പടം വർക്കായിട്ടുണ്ട്, നല്ലോണം വർക്കായിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ സെക്കൻഡ് ഹാഫിൻ്റെ നീളം ഒരു ഇച്ചിരി കുറവായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നതിന് തോന്നി. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. അത്യാവശ്യം നല്ലൊരു പടമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭാവിയിൽ പറയാൻ പറ്റുന്നൊരു മൂവിയാണ്. നമുക്ക് തീർച്ചയായിട്ടും 2025 അടയാളപ്പെടുത്തുന്ന ഒരു മൂവിയായിരിക്കും കളങ്കാവൽ എന്ന് പറയുന്നത്. ഒരു വില്ലനിസം ഉണ്ടല്ലോ, മമ്മൂക്കയുടെ വില്ലനിസം നമ്മൾ പണ്ടും പല പടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അതെവിടെയും പോയിട്ടില്ല. പുള്ളിയുടെ വില്ലൻ പുള്ളി തന്നെ ഉണ്ട്. അത് ഇതേപോലെ ആരെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് പുറത്തിട്ടാൽ മാത്രം മതി. അത് പുള്ളി തന്നെ ചൂസ് ചെയ്യുന്നുണ്ട് സ്ക്രീൻ പ്ലേസ് ഒക്കെ. അത് ഇനി കൂടുതൽ പടങ്ങളിൽ കാണാം. ഇതുപോലുള്ള കിടിലൻ എന്താ പറയുന്ന പരീക്ഷണങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. നമുക്ക് കൂടുതൽ മലയാള സിനിമകൾ കിടിലൻ മലയാള സിനിമകൾ നമുക്ക് ലഭിക്കട്ടെ. കൂടുതൽ പുതുമുഖ സംവിധായകന്മാർക്കും പുതുമുഖ റൈറ്റേഴ്സിനും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ. അതല്ലേ നമുക്ക് വേണ്ടത്. നമുക്ക് മലയാള സിനിമ കയറി വരട്ടെ എല്ലാവരുടെയും മുമ്പിൽ. ഓക്കെ, അടുത്തൊരു പടമായിട്ട് കാണാം. ബൈ.